ഇന്നലത്തോടെ PM ശ്രീ വിവാദം ഏകദേശമൊക്കെ അവസാനിച്ചുവെങ്കിലും ഈ വിവാദ സമയത്ത് നമ്മൾ പറയലോ വാക്ക് അല്ലേ, തെറിക്കുന്ന വാക്ക് അതുണ്ടാക്കുന്ന മുറിവ് അങ്ങനെ പെട്ടെന്നൊന്നും മായ്ക്കാൻ കഴിയില്ല. അതെന്തൊക്കെ സമവായ ചർച്ച നടത്തിയാലും ആ ഒരു വിഷമത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉള്ളത്. കാരണം മന്ത്രി GR അനിലിൻ്റെയൊക്കെ പ്രസ്താവന, പ്രകാശ് ബാബു MA ബേബിയെ കുറിച്ച് പറഞ്ഞത് അതൊക്കെ വളരെ വേദന ഉണ്ടാക്കിയെന്നാണ് വി ശിവൻകുട്ടി പ്രതികരിക്കുന്നത്. AAS പ്രവർത്തകർ തൻ്റെ കോലം കത്തിച്ച് ശരിയായില്ല. പ്രതിപക്ഷത്തെ സംഘടനകൾ നടത്തിയതിനേക്കാൾ രൂക്ഷമായ വിമർശനമാണ് CPIയുടെ യുവജന സംഘടനകൾ നടത്തിയത് എന്നും ശിവൻകുട്ടി പറഞ്ഞു. CPI മന്ത്രിമാർ അനീതി കാണിച്ചില്ല എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടേ ഇല്ല. അല്ല, ഈ പ്രകാശ് ബാബു ആണെങ്കിലും GR അനിലാണെങ്കിലും നടത്തിയൊരു ചില പ്രസ്താവനകളുണ്ടല്ലോ. GR അനിൽ നടത്തിയ ഒരു പ്രസ്താവന എന്നെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രകാശ് ബാബു MA ബേബിയെ സംബന്ധിച്ചിടത്തോളം നടത്തിയ വിമർശനം ഒട്ടും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. AIYF എൻ്റെ ഓഫീസിലത്തേക്ക് മാർച്ച് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. കാരണം നേതാക്കന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. മറ്റൊരു കാര്യം പറഞ്ഞത് എൻ്റെ കോലം കത്തിച്ചത് ശരിയായില്ല. കാരണം CPIM നേതാക്കന്മാരും മുഖ്യമന്ത്രി അടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത് ആവർത്തിക്കാൻ പാടില്ലായിരുന്നു. പ്രതിപക്ഷത്തുള്ള ആൾക്കാർ നടത്തുന്നേക്കാൾ രൂക്ഷമായ വിമർശനമാണ് അവർ എന്നെ സംബന്ധിച്ച് നടത്തിയത്. എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങൾ എനിക്കെതിരെ വിളിച്ചു. അത് ഞാൻ ഒരു മാധ്യമം ചോദിച്ചപ്പോൾ എൻ്റെ തുറന്നങ്ങ് പറയുന്നു മാത്രമേ ഉള്ളൂ. കണ്ണൻ നായരുടെ വിവരങ്ങളുമായി. കണ്ണൻ, തെറ്റു പറയാൻ കഴിയില്ല വിദ്യാഭ്യാസ മന്ത്രി. കാരണം നാളെ നമ്മൾ കാണേണ്ടവരല്ലേ എന്ന ചിന്ത പോലും ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോഴേക്കും ഉടനടി സമരരംഗത്തേക്ക് ഇറങ്ങുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ KSU ഒക്കെ ചെയ്യുന്നതിനേക്കാളും വളരെ അഗ്രസീവായിട്ടുള്ള സമരമാണ് ASFൻ്റെയും AIYFൻ്റെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ അത് അദ്ദേഹം അങ്ങ് പ്രകടമാക്കുകയാണല്ലേ, ആ സങ്കടവും ദേഷ്യവും നീരസമൊക്കെ. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വലിയ സങ്കടത്തിൽ തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാര്യം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ആ സ്വന്തം ജില്ലക്കാരൻ കൂടിയായിട്ടുള്ള മന്ത്രി GR അനിൽ പറഞ്ഞത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ CPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് പോയി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി CPI സംസ്ഥാന സെക്രട്ടറിയെ കാണാൻ വേണ്ടി പോയ സമയത്താണ് മന്ത്രി GR അനിലിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത്. അത് വലിയ രീതിയിൽ വിഷമമുണ്ടാക്കി. അതിനുശേഷം ഡൽഹിയിൽ വെച്ചാണ് പ്രകാശ് ബാബു MA ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ കുറിച്ചുള്ള ഒരു പ്രസ്താവന അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും വലിയ രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാവുകയും അത് ഇടത് സഖ്യത്തിന് തന്നെ ഒരു പ്രശ്നമായി മാറുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അതും വലിയ രീതിയിൽ തനിക്ക് വിഷമമുണ്ടാക്കി. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായതും ASFും AIYF നടത്തിയ സമരങ്ങളിലാണ്. രൂക്ഷമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, അതായത് പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നതിനേക്കാൾ വലിയ രൂക്ഷമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരിക്കലും അത് ചെയ്യരുതാത്തതാണ്. കാര്യം ഒരേ കീഴിൽ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും ഒന്നും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകരുത്. മുദ്രാവാക്യം വിളിച്ചത് പിന്നെ വീണ്ടും നമ്മൾ കാണേണ്ടവരാണ്, ഒരുമിച്ചിരിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാത്ത ഒരു മുദ്രാവാക്യം വിളിയാണ് ASFൻ്റെയും AIYFൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായതും. CPIയുടെയും CPIയുടെയും നേതാക്കൾ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നത് അല്ലെങ്കിൽ പ്രകടനം നടത്തുന്നത് തൻ്റെ കോലം കത്തിക്കുന്നതൊക്കെ തന്നെ വലിയ വിഷമമുണ്ടാക്കി എന്നുള്ളതാണ് മന്ത്രിയുടെ പ്രതികരണം. ഇത് തന്നെയായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CPIയുടെ ഭാഗത്തു നിന്ന് ഇനി പ്രതികരണം വരേണ്ടതുണ്ട്. ശരി. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ PM ശ്രീ വിഷയത്തിൽ ഏകദേശം സമവായമൊക്കെ രൂപപ്പെട്ടുവെങ്കിലും ഈ വിവാദമായി നിൽക്കുന്ന സമയത്ത് ASFും AIYFും നടത്തിയ പ്രതിഷേധ സമരങ്ങളിലുള്ള ഒരു നീരസമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വളരെ കൃത്യമായി പ്രകടിപ്പിച്ചത്.